തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞു, എടുത്തു. കേരളം എടുക്കുമെന്ന് പറയുന്നു, എടുക്കും. കൃത്യമായിട്ട് അരുൺ ചേരുകയാണ്. അരുൺ ആലത്തൂർ, വലിയ ആവേശത്തിലാണല്ലേ പാലക്കാട്ടെ BJP, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ച ഗംഭീരമായ പെർഫോമൻസിന്റെ ആത്മവിശ്വാസം. പാലക്കാട്ടെ ലീഡ് നില എങ്ങനെയായിരുന്നു BJPയുടേത്? എന്താണ് അവരുടെ ആക്ഷൻ പ്ലാൻ? പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആരായിരിക്കും സ്ഥാനാർത്ഥി? അരുൺ. പ്രദീപിള്ള, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് തലനാരിഴക്കാണ് BJPക്ക് നഷ്ടമായി പോയത്. മെട്രോമാൻ ഇ ശ്രീധരൻ മത്സരിച്ചപ്പോൾ 20 റൗണ്ടാണ് ഉണ്ടായിരുന്നത്. 20 റൗണ്ടിൽ 15 റൗണ്ടിലും മെട്രോമാൻ ഇ ശ്രീധരൻ തന്നെ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് അവസാനത്തെ 5 റൗണ്ടിലേക്ക് കടന്ന സമയത്ത് പിരായിരി പഞ്ചായത്തിലെ വോട്ടെണ്ണിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ വോട്ട് നില കുറഞ്ഞ് പിന്നീട് 3000-ഓളം വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, CPM-ന്റെ വോട്ടിൽ വലിയ കുറവ് ഉണ്ടായിരുന്നു. 5000-ഓളം വോട്ടുകളായിരുന്നു CPM-ന് ആ തെരഞ്ഞെടുപ്പിൽ കുറവ് ഉണ്ടായത്. ഇത് CPM വോട്ട് ഷാഫി പറമ്പിലിനെ ഈ മെട്രോമാൻ ഇ ശ്രീധരൻ BJP ജയിക്കുമെന്നൊരു സാഹചര്യം വന്നപ്പോൾ മാറ്റിക്കുത്തിയതാണെന്ന തരത്തിലുള്ള വിമർശനങ്ങളും BJP ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇത്തവണ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ച് ലോക്സഭയിലേക്ക് പോയ പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പാലക്കാട് കടക്കുമ്പോൾ ഇത്തവണ പാലക്കാട് അനായാസം വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു വലിയ ആത്മവിശ്വാസം തന്നെയാണ് BJPക്കുള്ളത്. തൃശ്ശൂരിലെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം അത് പാലക്കാട്ടെ നിയമസഭ ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടാവും എന്നുള്ള വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഇന്നലെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ ജോർജ് കുര്യനും പാലക്കാട് നഗരത്തിൽ നൽകിയ സ്വീകരണത്തിനിടെ ആ നേതാക്കളെല്ലാം പ്രകടിപ്പിച്ച ആത്മവിശ്വാസം അനായാസം തന്നെ ഇത്തവണ വിജയം പാലക്കാട് ഉറപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി സംബന്ധിച്ച് പല പേരുകൾ പറയുന്നുണ്ട് എങ്കിലും നല്ല ഉചിതമായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും, വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നേതാക്കളെല്ലാം പറഞ്ഞു വെക്കുന്നത്. വിജയിക്കുന്ന സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കും ഇത്തവണ രംഗത്തിറക്കുക. കഴിഞ്ഞ തവണ വളരെ സർപ്രൈസ് ആയിട്ടായിരുന്നു മെട്രോമാൻ ഇ ശ്രീധരന്റെ സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിച്ചത്. ഇത്തവണ ഏതായാലും BJPക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള അതുപോലെ തന്നെ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും എന്നുള്ളതാണ് BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ബാലി കയറാമലയല്ല, ഇത്തവണ പാലക്കാട് വിജയിക്കാനാവും എന്നുള്ളൊരു വലിയ ആത്മവിശ്വാസം തന്നെയാണ് അവർ പങ്കുവെക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്ലാനിങ്ങുകൾ ഇപ്പോൾ തന്നെ അവർ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ഇന്നലത്തെ ഈ ഒരു സ്വീകരണ പരിപാടിയോട് കൂടെ വ്യക്തമാവുന്നത്. കാരണം കേന്ദ്രമന്ത്രിമാർക്ക് നൽകിയ ആ സ്വീകരണത്തിൽ ഉടനീളം പറഞ്ഞത് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനി പാലക്കാടും പിടിച്ചടക്കുക എന്നുള്ളത് തന്നെയാണ്. പാലക്കാടും ചേലക്കരയിലും ഉൾപ്പെടെ വിജയിക്കാനായാൽ പിന്നീട് കേരളത്തിലെ വിജയവും വലിയ രീതിയിൽ സാധിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പാലക്കാട് BJP 2ാം സ്ഥാനത്താണ്. മാത്രമല്ല അതിനു മുൻപുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ തുടർച്ചയായി 2 തവണ പാലക്കാട് നഗരസഭ ഭരണം കൈയാളുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ഷാഫി പറമ്പിൽ മാറിയതോടുകൂടെ തന്നെ കോൺഗ്രസിലൊക്കെ വലിയ രീതിയിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള വലിയ വിവാദങ്ങൾ നമ്മൾ ജനം TVയുടെ വാർത്തകൾ. അതെ, അരുൺ ആലത്തൂർ തന്നെ ഇത് സംബന്ധിച്ച വാർത്തകൾ നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നതിന് പിന്നാലെ വീണ്ടും കോൺഗ്രസ് ക്യാമ്പിന്റെ അകത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ടു. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തിനാണ് ജനം TVക്ക് ചോർത്തി കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള തർക്കങ്ങളും ഒക്കെ ആരോപണങ്ങളും ഒക്കെ ഉയർന്നിരുന്നു.